അങ്ങനെ തങ്കലാൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. സോ വിക്രമിൻ്റെ ഒരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമയാണെന്ന് പറയാം ഇനി അപ്കമിങ് മൂവീസിലെ. സോ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ ടീസർ തന്നെ ഒരു രക്ഷയില്ലാത്ത ടീസർ തന്നെയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ട്രെയിലർ നോക്കിയാലും ട്രെയിലർ അടിപൊളി ട്രെയിലർ തന്നെയാണ്, കിടിലൻ തന്നെയാണ്, നല്ല വേറെ ലെവലിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ബട്ട് ടീസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ടീസറിൽ ആ ഒരു കിട്ടിയ സാധനം ട്രെയിലറിൽ കിട്ടിയില്ല. അതായത് ട്രെയിലർ ഗംഭീരമാണെന്ന് മോശമാണെന്നല്ല പറയുന്നത്. അതായത് ടീസറിലെ ആ ഒരു നേച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ആ ഒരു ഒറ്റ ഫോൺ വൺ ഷോട്ട് സാധനങ്ങളിലും ഉണ്ടായിരുന്നു. ആ ഒരു ചോര തന്നെ പൊഴിയും, പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. വിക്രം ഒരു പാമ്പിനെ തന്നെ 2 കഷ്ണാക്കുന്ന സീൻ ഉണ്ടായിരുന്നു കൈനെ കൊണ്ട്. അതൊക്കെ കിടിലൻ സീനായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആകാംക്ഷയും കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് ഇതിനകത്തേക്ക് കുറച്ചും കൂടി അവർ ഡീറ്റെയിലിംഗിലാണ് കാണിച്ചിട്ടുള്ളത്. അതായത് എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, എന്താ നടക്കാൻ പോകുന്നത്, കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാണ് ഈ ട്രെയിലറിൽ. സോ ഈ KGF-ൻ്റെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് നമ്മളെ പണ്ടത്തെ ആ ഒരു ഗോൾഡ് മൈനിങ് എല്ലാം ഇതിനകത്ത് കാണിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് കാണിച്ച് പോകുന്നുണ്ട്. ടീസറിൽ കിട്ടിയ ഒരു സാധനമുണ്ട്, അതായത് നമ്മളെ കോരി തെറിപ്പിക്കുന്ന കുറേ സീക്വൻസും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഇല്ലയെന്നല്ല, ബട്ട് ആ ഒരു സാധനം അകത്ത് മിസ്സായി പോകുന്ന പോലെ തോന്നി. ബട്ട് ട്രെയിലർ നല്ല വേറെ ലെവൽ ട്രെയിലർ തന്നെയാണ്. കുറേ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളിലാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. വിക്രമിൻ്റെ ആ ട്രൈബൽ കോസ്റ്റ്യൂം, പിന്നെ ആ ട്രൈബൽ നേച്ചറും, പിന്നെ അതിൻ്റെ സോർസറേഴ്സും, പിന്നെ ആ ഒരു ഇംഗ്ലീഷ്മെനും കാര്യങ്ങളും നമ്മൾ ഈ ക്യാപ്റ്റൻ മില്ലറിലും കാണുന്ന ഒരു വൈബും കാര്യങ്ങളും എനിക്ക് ഏകദേശം കിട്ടി. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. ആ ഒരു ഗോൾഡ് കളറിഷ് ഷെയ്ഡിഷ് കാര്യങ്ങളും ഇതിൻ്റെ അത് ട്രെയിലർ കൊടുത്തിട്ടുണ്ട്. അല്ല ഗംഭീരമായിട്ടുണ്ട്, വിഷ്വൽസൊക്കെ പക്ക തന്നെയാണ്. സോ ഇതിനകത്ത് VFX-ൻ്റെ ഉപയോഗം നല്ലോണം ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് പാന്തറിൻ്റെ സാധനം ഉണ്ടായിരുന്നു, കരിമ്പുലിൻ്റെ ഒക്കെ, അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ടീസറിലെ ഒരു പാമ്പിൻ്റെ സീക്വൻസ് ആണെങ്കിൽ ഇതിനകത്ത് ബ്ലാക്ക് പാന്തറിനാണ് ഇതിനകത്ത് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, ഒരു VFX-ഉം കാര്യങ്ങളും. സോ അതിന് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് തോന്നിയത് എന്താ വെച്ചാൽ വിക്രമിൻ്റെ കോസ്റ്റ്യൂം തന്നെയാണ്. ഇതിനകത്ത് ഒരു ഇംഗ്ലീഷ്മെൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വിക്രം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി എൻ്റെ തമിഴിൽ തന്നെ അതായിരുന്നു. സോ ഞാൻ ഭയങ്കര കൺഫ്യൂസ് ആയി, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം. ബട്ട് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. സോ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലായി എന്താ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് ഒരു ആഗ്രഹം. സോ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിക്രമിൻ്റെ ആ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആ വിക്രമിൻ്റെ സംസാര ശൈലിയിലുണ്ട് ഇതിനകത്ത് കാണിക്കുന്നത്. അതൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിചാരിച്ചു മുമ്പേ മ്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്, അതായത് സംസാരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. വിക്രം തന്നെ അത് പറഞ്ഞതെന്ന് തോന്നുന്നു ഏതല്ലോ ഒരു ഇൻ്റർവ്യൂവിലല്ലോ. ബട്ട് എന്താ സംഭവിച്ചറിയില്ല. മൂപ്പിൻ്റെ അത് സംസാരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ടീസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ട്രെയിലറിൽ ആ ഒരു കോരിത്താരിക്കുന്ന വാവ് ഫാക്ടേഴ്സ് ഒന്നും കിട്ടിയില്ല. ബട്ട് ട്രെയിലർ ഗുഡ് തന്നെയാണ്, വെരി ഗുഡ് തന്നെയാണ്. സോ എനിക്ക് അങ്ങനെ ഇതിൻ്റെ അത് ടോട്ടലി ഫേവറേറ്റ്. പിന്നെ പാർവതിൻ്റെ അത് ഒഫീഷ്യലായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഒരു അമ്മേജി ക്യാരക്ടർ തന്നെയാണെന്ന് തോന്നുന്നു, ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ പാർവതിൻ്റെ അതൊക്കെ ടോപ്പ് നോച്ചാണ് അറിയാമല്ലോ, മലയാളത്തിൽ തന്നെ കാണലുണ്ട്. പിന്നെ മാളവിക നല്ല സ്ട്രോങ് ക്യാരക്ടർ ഉണ്ട്. മാളവികൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഫൈറ്റ് സീക്വൻസിൽ ഓരോരോ പോർഷൻസും കാര്യങ്ങളും വെക്കുന്നുണ്ട്. ഗംഭീരമാണ്. ഒരു വടിയിൽ ഒരു കുന്തെടുത്തിട്ടെല്ലാം ചുറ്റുന്ന കാര്യങ്ങളുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അങ്ങനത്തെ കുറച്ച് സീക്വൻസൊക്കെ നല്ല ഭയങ്കര രസമുണ്ട്. സോ ഇതിനകത്ത് സോഴ്സസിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്, ഒരു മാജിക്കൽ ക്യാരക്ടേഴ്സിനെ പറ്റിയും, പിന്നെ ഒരു വിക്രമിൻ്റെ ട്രൈബൽ ക്യാരക്ടേഴ്സും, പിന്നെ ആ ഗോൾഡും, പിന്നെ ആ ഒരു കാര്യം കൂടി ബൈൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. സോ ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ആസ് എ ടീസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ സാധനം കിട്ടിയതെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഗംഭീര സിനിമയാട്ടെ, നല്ല പ്രതീക്ഷയുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സോ ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അത്ര പറയാനുള്ളൂ.